ഇന്ന് ഒരുപാട് മാങ്ങ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി തുറമാങ്ങ ഉണ്ടാക്കിയാലോ എന്ന്. അടുപ്പത്ത് വെച്ച് വേപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക, കല്ലുപ്പിട്ടാൽ മതി. എന്നിട്ട് വെന്തതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ മാങ്ങയും വേപ്പിച്ച് വെച്ചു. ഇനി ഇത് കുറച്ച് തണിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇത് ചെറുതായിട്ട് കളറ് മാറുന്ന വിധത്തിൽ അടുപ്പത്ത് വേവിച്ചാൽ മതി. കുറേ സമയമൊന്നും നമുക്ക് ആവശ്യമില്ല, പെട്ടെന്ന് വേവും. നല്ല വെയിലത്ത് ഇതുപോലെ എല്ലാ മാങ്ങയും കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെക്കുക. ഒരു ദിവസം രാവിലെ കുറച്ച് ഉപ്പെടുത്ത് ഇതിൻ്റെ മാങ്ങയുടെ മുകളിലായിട്ട് ഇടുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായിട്ട് തേച്ചിട്ട് ഇതേപോലെ വെയിലത്ത് വെക്കുക. ഇതേപോലെ ഉപ്പ് നന്നായി തേച്ചിട്ട് വെയിലത്ത് വെക്കുക. 2 ദിവസം നന്നായിട്ട് നമ്മൾ വെയിൽ കൊള്ളിക്കണം. 2 ദിവസം ഇതേപോലെ വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. നല്ലോണം ഉണങ്ങണ്ട, ഇതേപോലെ ഉണങ്ങിയാൽ മതി. അധികം ഉണങ്ങിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ ഉണങ്ങിയാൽ മതി. മാങ്ങയിൽ ചേർക്കാൻ വേണ്ടി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. കുരുമുളക്, നല്ല ജീരകം, പെരുംജീരകം, കടുക്, ഉലുവ, മുളക്. ഇനി കുരുമുളക് 3 സ്പൂണ്, ജീരകം, പെരുംജീരകം, കടുക്, ഉലുവ 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുക. ചൂടായി വന്നിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ച പൊടിയാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് കളറ് വരാൻ വേണ്ടി നമുക്ക് മുളക് പൊടി 2 സ്പൂണ് ഇടാം. പിന്നെ ഉപ്പ്, മാങ്ങ നമ്മൾ ചൂടാക്കുന്ന സമയത്തും പിന്നെ മാങ്ങക്ക് കുറച്ച് പുരട്ടിയിട്ടാണല്ലോ നമ്മൾ വെയിലത്തിട്ടത്. അപ്പോൾ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മാങ്ങക്ക്. എന്നാലും നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇത് ചെറുതായൊന്ന് മിക്സാക്കി കുറച്ച് ടൈം, 1 മിനിറ്റൊന്നും വേണ്ട, കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുക്കും. നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അധികമൊന്നും ചൂടാക്കിയിട്ടില്ല, കുറച്ച് സമയം ചൂടാക്കിയിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് തണിഞ്ഞതിന് ശേഷം നമുക്ക് പുരട്ടാം. ഈ പൊടിച്ച പൊടിയും ഇനി മാങ്ങയിൽ പുരട്ടാം. വിനാഗിരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങ നമ്മൾ മുക്കിയെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് മസാല മാങ്ങയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പരറ്റി വെക്കുക. ഇതേപോലെ എല്ലാ മാങ്ങയ്ക്കും മസാല പിടിച്ച് നല്ല രുചിയുള്ള വയനാടൻ തുറമാങ്ങ അങ്ങനെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് കുറേ പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഉണ്ടാക്കി നോക്കിയത്. മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും തുറമാങ്ങ ഉണ്ടാക്കലുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും.